ലോകാരാധ്യനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം സദ്ഭാവനാ ദിനമായി തൃക്കരിപ്പൂർ സദ്ഭാവനയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ എം ബാലൻ ഉദ്ഘാടനം ചെയ്തു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 53 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്യാഷ് അവാർഡുകളും മൊമന്റോകളും വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടപ്പാക്കിയ വിവര സാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറ പാകിയ രാജീവ് ഗാന്ധിയെ യുവതലമുറ എന്നും സ്മരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതം മുന്നോട്ട് വെച്ച മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആത്മാവ് കണ്ടറിഞ്ഞ അസുലഭമായ ഒരു സന്ദർഭമായിട്ടാണ് ലോകം ഈ ഒരു സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്നത്. താൻ ഇന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായാൽ താൻ മൊട്ടയടിക്കുമെന്നും താൻ വെള്ള സാരി ഉടുക്കുമെന്നും താൻ കടല മാത്രം ഭക്ഷിച്ച് വിധവയെ പോലെ ജീവിക്കുമെന്നും ഒക്കെ പറഞ്ഞ ആ രാഷ്ട്രീയ നേതാവ് മരിച്ചപ്പോൾ സിന്ദൂരമണിഞ്ഞ് സാരി ഉടുത്ത് അവരുടെ ശരീരം അവർക്ക് ആ ആദരാഞ്ജലി അർപ്പിക്കാൻ ആദ്യമെത്തിയ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ സോണിയാഗാന്ധി ആയിരുന്നു. ചടങ്ങിൽ സദ്ഭാവന പ്രസിഡന്റ് കെ ശശി അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് നാറാത്ത് രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. സദ്ഭാവന സെക്രട്ടറി കെ സജിത്ത്, ട്രഷറർ ഇ രാജേന്ദ്രൻ, കെ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ കുഞ്ഞിരാമൻ വക്കീൽ സ്മാരക അവാർഡ് ജേതാവും ഗാന്ധിയൻ പ്രവർത്തകനുമായ KV രാഘവൻ മാസ്റ്ററെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.